أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. चंद जुमे पहले तक अमली इस्लाह के तरीकों के बारे में मैंने चंद खुतबात കുറച്ച് ജുമാകൾക്ക് മുമ്പ് जिनमें ये भी जिक्र हुआ था കർമ്മ സംസ്കരണത്തെക്കുറിച്ച് अलैहिस्सलाम ने ഞാൻ ചില ഖുത്ബകൾ നൽകിയിരുന്നു. ताला को किस तरह അതിൽ പരാമർശിച്ചിരുന്ന ഒരു കാര്യം और मोहब्बत इलाही के ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പാകെ അള്ളാഹുവിനെ എങ്ങനെയാണ് സമർപ്പിച്ചത് എന്നും ने किस तरह മഅരിഫത്തും ദൈവസ്നേഹവും കരസ്ഥമാക്കാനുള്ള ഏതെല്ലാം മാർഗങ്ങളാണ് പറഞ്ഞു തന്നത് എന്നും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായി അദ്ദേഹം ഏതു രീതിയാണ് വഴികാട്ടിയത് എന്നും അള്ളാഹുവിന്റെ दिखाएं നവമായ വചനങ്ങളും वो किस शान से पूरे അള്ളാഹു അദ്ദേഹത്തിനായി വെളിപ്പെടുത്തിയ മുജ്സത്തുകളും അടയാളങ്ങളും ऐसी हैं എത്രമാത്രം പ്രൗഢമായ രീതിയിൽ വെളിപ്പെട്ടു എന്നതുമാണ് പരാമർശിച്ചിരുന്നത്. कि कलाम की रोशनी में ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവെല്ലാം നമുക്ക് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലിഖിതങ്ങളിലൂടെ കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. सो അങ്ങനെ ഇവയെല്ലാം इस सिलसिले में നമ്മുടെ വിശ്വാസവും കർമ്മവും പുരോഗതിയിലേക്ക് ഗമിക്കാൻ കാരണമായി തീരേണ്ടതാണ്. അതിനാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലിഖിതങ്ങളുടെയും ഉപദേശങ്ങളുടെയും ചില മാതൃകകൾ സമർപ്പിക്കുകയാണ്. ഇവയിൽ ദൈവീക ജ്ഞാനം കരസ്ഥമാക്കുന്നതിനെക്കുറിച്ച് വെളിച്ചം വീശിയിരിക്കുന്നു. ഇത് മാത്രമുള്ള ലിഖിതങ്ങൾ നാം എടുക്കുകയാണെങ്കിൽ ताहम അവ തന്നെ जैसा कि मैंने कहा कि बतौर नमूना നൂറ്റുകണക്കിന് പേജുകൾ കവിയുന്നതാണ്. आज आपके सामने रखूंगा ഏതായിരുന്നാലും जो इस बारे में ഞാൻ പറഞ്ഞതുപോലെ മാതൃക എന്ന നിലയിൽ क्या है ചില ഉദ്ധരണികൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. एक मुकाम है ही ഇതിൽ മഅരിഫത്തെ मुसलमान को ഇലാഹി എന്നാൽ എന്താണെന്നും चाहिए ഇതിൽ പ്രവാചകന്മാർക്കും ഔലിയാക്കന്മാർക്കും പ്രത്യേക സ്ഥാനം കരസ്ഥമായിട്ടുണ്ടെങ്കിലും ഒരു സാധാരണ മുസ്ലിമിന് ഇതിൽ ഏത് സ്ഥാനമാണ് കരസ്ഥമാക്കേണ്ടത് എന്നും മനസ്സിലാകുന്നതാണ്. या उनकी जुबान എളുപ്പമുള്ള ഉദ്ധരണികൾ കേൾപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നിരുന്നാലും ചിലത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരിക്കും, അതിന്റെ ഭാഷ പ്രയാസമുള്ളതായിരിക്കും. फरमाते हैं कि इन അള്ളാഹുവിലേക്ക് खुदा ताला तक എത്താൻ നാം എന്ത് ചെയ്യണം എന്നതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, दोयम മനുഷ്യന് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ രണ്ട് കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക. രണ്ട്, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. कि जब से इंसान पैदा हुआ है തിന്മ ഉപേക്ഷിക്കുക എന്നത് മാത്രം ഒരു വലിയ കഴിവല്ല. तरफ तो जज्बात മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതു മുതൽ करते हैं ഈ രണ്ട് ശക്തികളും അവന്റെ പ്രകൃതത്തിൽ വച്ചിരിക്കുന്നു. ഒന്ന്, അവന്റെ ശാരീരേച്ഛ അവനെ ഭൗതികതയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവന്റെ പ്രകൃതത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അഗ്നി ആ തിന്മയെ ബാഹ്യമായ വസ്തുക്കളെ തീ കത്തിച്ച് ചാമ്പലാക്കുന്നത് പോലെ എരിച്ചു കളയുന്നു. जो गुनाहों को എന്നാൽ തിന്മയെ കത്തിച്ച് ചാമ്പലാക്കുന്ന मार्फत ആത്മീയ അഗ്നി ആളിക്കത്തണമെങ്കിൽ മൈരിഫത്തെ ഇലാഹിയുടെ, അതായത് ദൈവജ്ഞാനത്തിന്റെ ആവശ്യമാണുള്ളത്. മൈരിഫത്തെ ഇലാഹി ഉണ്ടായാൽ മാത്രമേ ആ അഗ്നി ആളിക്കത്തുകയുള്ളൂ. जिस चीज की हुस्न और खूबी കാരണം ഓരോ വസ്തുവിനോടുള്ള സ്നേഹവും പ്രേമവും അതിനെക്കുറിച്ചുള്ള ജ്ഞാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഏതൊരു വസ്തുവിന്റെ സൗന്ദര്യവും മഹത്വവും നിങ്ങൾ അറിയില്ലയോ, पैदा कर അതിനെ പ്രേമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. आग
से गुनाह അതിനാൽ പ്രതാപവാനായ ദൈവത്തിന്റെ സൗന്ദര്യവും ശ്രേഷ്ഠ ഗുണങ്ങളുടെ ജ്ഞാനവും ആണ് അവനോടുള്ള സ്നേഹം ഉണ്ടാക്കുക. സ്നേഹാഗ്നി കൊണ്ടാണ് തിന്മ കത്തിച്ചാമ്പലാവുക. എന്നാൽ അള്ളാഹുവിന്റെ സനാതന നിയമം എന്നത് പൊതുജനങ്ങൾക്ക് ആ ദൈവിക ജ്ഞാനം പ്രവാചകന്മാർ മുഖേനയാണ് ലഭിക്കുന്നത്. അവരുടെ പ്രകാശത്താൽ ഇവർ പ്രകാശം കരസ്ഥമാക്കുന്നു. അവർക്ക് നൽകപ്പെട്ടതിനെ പിൻപറ്റുക വഴി അവരും എല്ലാം കരസ്ഥമാക്കുന്നു. അദ്ദേഹം മറ്റൊന്ന് വ്യക്തമാക്കിയത് ഇതാണ്: ഞാൻ എല്ലാ മതങ്ങളെക്കുറിച്ച് ശരിക്കും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇസ്ലാം മാത്രമാണ് ഇക്കാലത്ത് ദൈവജ്ഞാനം നൽകുന്ന മതം എന്നാണ്. അത് എല്ലാ കാലത്തും ദൈവിക ജ്ഞാനം നൽകുന്നതാണ്. കാരണം जिसकी नबी भी जिंदा है, जिसकी तालीम जिंदा है और आ हजरत सल्लल्लाहु अलैहि वसल्लम की मोहब्बत അതിന്റെ और पैरवी में പ്രവാചകൻ എന്നും ജീവിച്ചിരിക്കുന്നു. അതിന്റെ അധ്യാപനങ്ങളും സജീവമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താലും പിൻപറ്റലിലൂടെയും അള്ളാഹുവിന്റെ വചനം വരെ നിങ്ങൾക്ക് ഇറങ്ങുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. फिर ദൈവിക പ്രകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നതാണ്. അതിൽ നിന്നും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യാവുന്നതാണ്. आप फरमाते हैं ഇസ്ലാമിന്റെ പൊരുളും ദൈവജ്ഞാനവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു: और अगरचे हसूल അറിവിനെയും ജ്ഞാനത്തെയും അള്ളാഹു ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗങ്ങളാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം കരസ്ഥമാക്കാനുള്ള മറ്റു മാർഗങ്ങളായ दुआ നമസ്കാരം, നോമ്പ്, जो 600 से भी कुछ ज्यादा हैं, ദുആ, 600-ൽ കൂടുതലുള്ള ദൈവകൽപ്പനകൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും जलाली और जमाली അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിന്റെ സൗന്ദര്യവും പ്രതാപവും ഉൾക്കൊള്ളുന്ന ഗുണങ്ങളുടെ ജ്ഞാനവും ആണ് മറ്റെല്ലാം കരസ്ഥമാക്കുന്നതിനുള്ള അടിസ്ഥാനം. अल्लाह ताला की वहदानियत का इल्म, अल्लाह ताला के അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവും निफात की അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം കരസ്ഥമാക്കൽ और यही ये जरिया है कि अल्लाह ताला की എന്നിവയിലൂടെയാണ് അള്ളാഹുവിനെ നമുക്ക് അറിയേണ്ട രീതിയിൽ जाना जाए, അറിയാൻ സാധിക്കുക. उसका हक है पहचाने जाने का। क्योंकि जो शख्स फरमाया कि जो शख्स गाफिल दिल और मार्फत इलाही से बकुली बेनसीब है वो कब तौफीक पा सकता है। പറയുന്നു, ആരാണോ അശ്രദ്ധയിലും ദൈവജ്ഞാനത്തിൽ നിന്നും പൂർണ്ണമായും അകന്നിരിക്കുകയും ചെയ്യുന്നത് അവർക്ക് നമസ്കാരവും നോമ്പും അനുഷ്ഠിക്കാൻ का मुहर्रक എങ്ങനെ കഴിയും? അവർക്ക് ദുആ ചെയ്യാൻ എങ്ങനെ സാധിക്കും? മറ്റു നന്മകളിൽ മുഴുകാൻ അവർക്ക് എങ്ങനെ സാധിക്കും? ഈ എല്ലാ സൽപ്രവർത്തനങ്ങളുടെയും ചാലകശക്തി മഅരിഫത്താണ്. മറ്റെല്ലാ മാർഗങ്ങളും തന്നെ ഇതിനാൽ ഉണ്ടായതും ഇതിന്റെ തന്നെ മക്കളുമാണ്. यानी अल्लाह ताला की मार्फत की जो इब्तिदा है वो उसके ഈ മഅരിഫത്തിന്റെ തുടക്കം റഹ്മാനിയത്ത് എന്ന ഗുണം മുഖേനയാണ് പ്രകടമാകുന്നത്. അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് റഹ്മാനിയത്ത് എന്ന ഗുണം മുഖേനയാണ്. एक मोहब्बत है, ഏതെങ്കിലും പ്രവർത്തനത്താലോ പ്രാർത്ഥനയാലോ അല്ല. ഇത് ഏതെങ്കിലും കർമ്മത്തിന്റെ ഫലമായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ വരദാനം മാത്രമാണ്. ഏതെങ്കിലും കാരണം കൊണ്ടല്ല ഇത് ലഭിക്കുന്നത്, अता से ये मिलती है और ये रहमानियत है। മറിച്ച് फरमाया അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു വരദാനമാണ്. ഇത് റഹ്മാനിയത്താണ്. मगर फिर പറയുന്നു, യഹ്ദി മയ്യശാഹു വയുളില്ലു മയ്യശാഹു. शमूल से ज्यादा होती है। അള്ളാഹു ആണ് ഇത് പറഞ്ഞത്. पहली बात പിന്നീട് ഈ മഅരിഫത്ത് സൽപ്രവൃത്തിയുടെയും വിശ്വാസ സൗന്ദര്യത്തിന്റെയും അംശത്തേക്കാൾ കൂടുതലായിരിക്കും. जब ये मार्फत मिल जाए और इसमें ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മഅരിഫത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നു, അള്ളാഹുവിന്റെ റഹ്മാനിയത്ത് മുഖേന ലഭിക്കുന്നു. അതിനുശേഷം മനുഷ്യൻ എന്ത് ചെയ്യണം? സൽപ്രവർത്തികൾ അവൻ ചെയ്യണം. और अमाले सालिया होंगे तो फिर വിശ്വാസത്തെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുകയും വേണം.
വിശ്വാസത്തിൽ സൗന്ദര്യമുണ്ടാകുമ്പോൾ, സൽപ്രവർത്തനമുണ്ടാകുമ്പോൾ ഈ മഅരിഫത്തിൽ വർധനമുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതുവരെ എന്നാൽ ഇൽഹാം जिसका नाम ദൈവവചനം എന്ന രൂപത്തിൽ ഈ അനുഗ്രഹം ഇറങ്ങാൻ തുടങ്ങി നെഞ്ചകത്തെ ഒന്നടങ്കം ഈ പ്രകാശം കൊണ്ട് പ്രഭാപൂരിതമാക്കി തീർക്കുന്നു. ഇതിന്റെ പേരാണ് ഇസ്ലാം എന്നത്. दुआ के मयार के बारे അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് തിന്മയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും നന്മ ചെയ്യാനുള്ള കഴിവ് നൽകും എന്നതിനെക്കുറിച്ചും ദുആയുടെ ഉന്നത സ്ഥാനത്തെക്കുറിച്ചും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനും തന്നെ യഥാർത്ഥത്തിൽ തിന്മയിൽ നിന്നും മോചനം നേടാനോ ശരിയായ രീതിയിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനോ സാധ്യമല്ല. അതുപോലെ അവനെ അർഹിക്കുന്ന രീതിയിൽ ഭയപ്പെടാൻ സാധ്യമല്ല. ഏതുവരെ അവന്റെ കൃപയാലും ദയയാലും അവനെ കുറിച്ചുള്ള മഅരിഫത്ത് കരസ്ഥമാകുന്നില്ലയോ, അവനിൽ നിന്നും ശക്തി ലഭിക്കുന്നില്ലയോ. ഭയവും സ്നേഹവും എല്ലാം തന്നെ യഥാർത്ഥ ജ്ഞാനമുഖേനയാണ് ഉണ്ടാവുക എന്നതൊരു പരമാർത്ഥമാണ്. ലോകത്ത് മനുഷ്യൻ സ്നേഹിക്കുന്ന ഓരോ വസ്തുവും അതേപോലെ അവൻ ഭയക്കുന്ന ഓരോ വസ്തുവിൽ നിന്നും ഓടി അകലുന്നതും എല്ലാം തന്നെ ആദ്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായ ജ്ഞാനത്തിന് ശേഷമാണ്. ये जब तक खुदा ताला का അള്ളാഹുവിന്റെ കൃപയില്ലാതെ മഅരിഫത്ത് ലഭിക്കില്ല എന്നതും സത്യം തന്നെ. मार्फत के അള്ളാഹുവിന്റെ ഫദ്ല് ഇല്ലാതെ അത് ഗുണവും ചെയ്യുന്നില്ല. ഫദ്ൽ മുഖേനയാണ് മഅരിഫത്ത് വരുന്നത്. അപ്പോൾ ആ മഅരിഫത്ത് മുഖേന സത്യം തിരിച്ചറിയാനും സത്യം അന്വേഷിക്കുവാനുള്ള കവാടം തുറക്കപ്പെടുന്നതാണ്. സത്യം കാണാൻ സാധിക്കുന്നു, അതേപോലെ സത്യത്തിലേക്കുള്ള മറ്റു കവാടം തുറക്കപ്പെടുകയും ചെയ്യുന്നു. आता चला जाता है। ഫദ്ൽ കാരണമായി തന്നെ ആ കവാടം തുറന്നിടപ്പെടുന്നു. അള്ളാഹുവിന്റെ ഫദ്ല് വന്നുകൊണ്ടേയിരിക്കും. ആ ഫദ്ല് വരുന്നത് കാരണം മഅരിഫത്തിന്റെ കവാടം जरिए से ही തുറന്നിടപ്പെടുന്നതാണ്. फजल मार्फत അത് ഒരിക്കലും അടച്ചിടപ്പെടുകയില്ല. ചുരുക്കത്തിൽ മഅരിഫത്ത് ദൈവകൃപാമുഖേനയാണ് ലഭിക്കുന്നത്. അത് ദൈവകൃപയാലാണ് നിലനിൽക്കുന്നത്. ഫദ്ൽ മഅരിഫത്തിനെ ശുദ്ധവും തെളിഞ്ഞതുമാക്കി മാറ്റുന്നു. ഇടയിലുള്ള മറയെ അത് നീക്കിക്കളയുകയും ചെയ്യുന്നു. നഫ്സെ അമ്മാറയുടെ പൊടിപടലങ്ങളെ അത് ദൂരീകരിക്കുന്നു. ആത്മാവിന് ശക്തിയും ജീവനും നൽകുന്നു. ദുഷ്ടാത്മാവിനെ ദോഷങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. ദുരാഗ്രഹങ്ങളുടെ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാക്കുന്നു. ശരീരേച്ഛയുടെ तबन बेजार हो जाता है। കുത്തൊഴുക്കിൽ നിന്നും അതിനെ രക്ഷിച്ച് കരക്കെത്തിക്കുന്നു. അപ്പോൾ മനുഷ്യന് ഒരു മാറ്റം ഉണ്ടായിത്തീരുന്നു. അവിശുദ്ധ ജീവിതത്തിൽ നിന്നും സ്വയം അത് അകലാൻ തുടങ്ങുന്നു. ഫളിലിന് ശേഷം ആദ്യമായി ആത്മാവിന് ഉണ്ടായിത്തീരുന്ന പ്രവൃത്തി എന്നത് ദുആയാണ്. ഞങ്ങൾ നിത്യവും ദുആ ചെയ്യുന്നില്ലേ, എല്ലാ നമസ്കാരവും ദുആയല്ലേ എന്ന് നിങ്ങൾ പറയരുത്. കാരണം മഅരിഫത്തിന് ശേഷം ഫളൽ മുഖേന ഉണ്ടാകുന്ന ദുആക്ക് മറ്റൊരു രൂപവും ഭാവവും ആയിരിക്കും ഉണ്ടാവുക. അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒന്നാണ്. അത് എരിച്ചു കളയുന്ന അഗ്നിയാണ്. सैल है കാരുണ്യത്തെ ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തിയാണത്. അത് മരണമാണ്. അവസാനം അത് ജയിപ്പിക്കുകയും ചെയ്യുന്നു. അത് കുത്തിയൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അവസാനം അത് ഒരു നൗകയായിത്തീരുന്നു. दरियाक हो जाता है। എല്ലാ താറുമാറായ കാര്യങ്ങളും അത് മുഖേന ശരിയായിത്തീരുന്നു. എല്ലാ വിഷവും ഇത് മുഖേന ഔഷധമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് മഅരിഫത്തിന്റെ സ്ഥാനം. नफ्से हमारा क्यों दिलों पर कब्जा करता है? പറയുന്നു, മനുഷ്യൻ തിന്മയിലേക്ക് എന്തുകൊണ്ട് വേഗം വീണുപോകുന്നു? खुदा के खौफ का दिलों में मौजूद ना होना। നഫ്സെ അമ്മാറ എന്തുകൊണ്ട് ഹൃദയത്തെ വേഗം കീഴ്പ്പെടുത്തുന്നു എന്നതിനെ കുറിച്ച് പറയുന്നു. इलाही की जरूरत തെറ്റു ചെയ്യാൻ ധൈര്യം കാണിക്കുന്നതിനുള്ള കാരണവും ദൈവഭയം ഹൃദയത്തിൽ ഇല്ല എന്നതാണ്. എന്നാൽ ഈ ഭയം എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത്? ഇതിനായി ദൈവിക ജ്ഞാനം അനിവാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് यानी ഭയവും ज्यादा इरफान रखता है വർദ്ധിക്കുന്നതാണ്. उतना ही खौफ ഹർ കെ ആരിഫ് തർസാൻ തർ, ജ്ഞാനി കൂടുതലായി ഭയപ്പെട്ട് ജീവിക്കുന്നതാണ്. असल मार्फत है। ये बात जो है इसमें असल जो बुनियादी चीज जो है वो मार्फत है। ഇതിന് और इसका യഥാർത്ഥത്തിൽ വേണ്ടത് ജ്ഞാനമാണ്. अगर मार्फत पैदा മഅരിഫത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ अल्लाह ताला की पहचान होगी ഭയം ഉണ്ടാകുന്നതാണ്. तो फिर ही അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഭയവും है कि इस ഉണ്ടാവുകയുള്ളൂ. इंसान अदना अदना कीड़ों से भी डरता है। यानी जिन कीड़ों के बारे में इंसान को इल्म होता है तो
ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചെറിയ ചെറിയ കീടങ്ങളെപ്പോലും ഭയക്കുന്നു. जब मार्फत होती ഏതെല്ലാം കീടങ്ങളെക്കുറിച്ചാണോ മനുഷ്യന് ശരിയായ അറിവ് ലഭിക്കുന്നത് बस क्या वजह അതിനെപ്പോലും അവൻ ഭയക്കാൻ തുടങ്ങുന്നു. തേളിനെക്കുറിച്ചും കൊതുകിനെക്കുറിച്ചും ശരിയായ അറിവ് ലഭിച്ചാൽ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും ശ്രമിക്കുന്നു. എന്നാൽ സർവശക്തിമാനും എല്ലാം അറിയുന്നവനും കാണുന്നവനും ആകാശഭൂമികളുടെ ഉടമസ്ഥനുമായ ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരിൽ സധൈര്യം എന്തുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു? ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥ ജ്ഞാനം ഇല്ല എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് തിന്മ ചെയ്യാൻ കാരണമാകുന്നത്. നാവ് കൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയുന്ന പലരുമുണ്ട്. എന്നാൽ അവരെ ഒന്ന് പരിശോധിച്ചാൽ അവരുടെ അന്തരംഗത്ത് നിരീശ്വരത്വമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭൗതിക ജോലികളിൽ മുഴുകുമ്പോൾ അള്ളാഹുവിന്റെ കോപത്തെയും അവന്റെ മഹത്വത്തെയും പൂർണ്ണമായും അവർ മറന്നു കളയുന്നു. അതുകൊണ്ട് ദുആ മുഖേന അള്ളാഹുവിനോട് മഅരിഫത്ത് ചോദിക്കുക എന്നത് നിർബന്ധമാണ്. हासिल होगा जब ये इल्म हो कि अल्लाह ताला से कतल ഇതില്ലാതെ പൂർണ്ണമായ ദൃഢവിശ്വാസം ഒരിക്കലും കരകതമാകുന്നതല്ല. അള്ളാഹുമായി ബന്ധം വിച്ഛേദിക്കുന്നതിലൂടെ ഒരു മരണമാണ് വരിക്കുന്നതെന്ന ശരിയായ അറിവ് तमाम महफिलें और मजलिसें ഉണ്ടാകാത്തതുവരെ ഇത് ലഭിക്കുന്നതല്ല. പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ദുആ ചെയ്യുന്നതോടൊപ്പം അതിനുള്ള മാർഗങ്ങൾ കൈവിടാനും പാടുള്ളതല്ല. തിന്മക്ക് പ്രേരണ നൽകുന്ന എല്ലാ സദസ്സുകളും സഭകളും നിങ്ങൾ ഉപേക്ഷിക്കുക, കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇക്കാലത്ത് എല്ലാ സദസ്സുകളും തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. पहले भी खबर आई ചില സ്ഥലത്ത് TV ആയിരിക്കും, ഇന്റർനെറ്റ് ഉണ്ടാകും, ഫേസ്ബുക്ക് ഉണ്ടാകും. ഇവയെക്കുറിച്ചെല്ലാം ഭൗതികരായവർ പോലും അപകടമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പ് വന്നൊരു വാർത്തയിൽ അമേരിക്കയിൽ തന്നെ ഫേസ്ബുക്ക് फरमाया ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത പരത്തിയിരിക്കുന്നു എന്ന് വാർത്ത വന്നു. दुआ करो ഇതിന്റെ ഫലമായി 6 ലക്ഷം അക്കൗണ്ട് അവിടെ മരവിപ്പിച്ചിരിക്കുകയാണ്. പറയുന്നു, तमाम महफिलें और मजलिसें जिनमें शामिल होने से ദുആ ചെയ്യുന്നതോടൊപ്പം तर्क करो और साथ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൈവിട്ട് കളയുകയും ചെയ്യരുത്. തിന്മക്ക് പ്രേരണ നൽകുന്ന എല്ലാ സദസ്സുകളും സഭകളും നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക, കൂടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അറിയുക, ദൈവവിധിയോടൊപ്പം മനുഷ്യന് വന്നുഭവിക്കുന്ന വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. बचना बगैर मार्फत इलाही के मुमकिन नहीं है। आप फरमाते हैं कि यकीनन याद പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ सकती है മഅരിഫത്ത് ഇലാഹി ഇല്ലാതെ സാധ്യമല്ലെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഓർക്കുക, इंसानी जिंदगी പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തൗഫീഖ് ലഭിക്കുന്നത് മനുഷ്യൻ പൂർണ്ണമായ രീതിയിൽ അള്ളാഹു വിശ്വസിക്കുമ്പോഴാണ്. പാപത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം. നോക്കുക, ഒരു പാമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഒരു കുട്ടി അതിനെ കൈകൊണ്ട് പിടിക്കാൻ ആഗ്രഹിച്ചേക്കാം, ഒരു പക്ഷേ പിടിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഈ പാമ്പ് കടിച്ചാൽ താൻ മരിക്കും എന്ന് ബോധമുള്ള ഒരു ബുദ്ധിമാൻ ഒരിക്കലും അതിനെ ചാടിപ്പിടിക്കാൻ ധൈര്യം കാണിക്കില്ല. ഏതെങ്കിലും കെട്ടിടത്തിൽ പാമ്പ് ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ അതിൽ അവനും പ്രവേശിക്കുകയില്ല. इसी तरह पर അതുപോലെ തന്നെ നശിപ്പിക്കുന്നതാണ് വിഷം എന്നറിയുന്ന വ്യക്തി അത് തിന്നാൻ ധൈര്യം കാണിക്കില്ല. ഇതേപോലെ പാപത്തെ അപകടകരമായ വിഷമായി മനസ്സിലാക്കാത്തതുവരെ ഇതിൽ നിന്നും രക്ഷപ്പെടാനും സാധ്യമല്ല. ഈ ദൃഢവിശ്വാസം മഅരിഫത്ത് ഇല്ലാതെ കരഗതമാകില്ല. इसका इल्म है कि जहर भी വിഷവും പാമ്പും എല്ലാം तभी चीज അപകടകാരിയാണെന്ന് മനുഷ്യന് തിരിച്ചറിവ് वो क्या बात ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. बावजूद है कि खुदा ताला അതിനാൽ और गुनाह को പാപം ചെയ്യുന്നതിൽ മനുഷ്യൻ എത്രമാത്രം ധൈര്യപ്പെടാൻ कि वो ഇതല്ലാതെ മറ്റെന്താണുള്ളത്? അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു, പാപത്തെ പാപമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. फिर इकरार करना पड़ेगा कि माअज़ल्लाह इस्लाम अपनी असली പാപത്തെ കരിച്ചു കളയുന്ന തരത്തിലുള്ള ജ്ഞാനം അവന് ഇല്ല എന്നത് തന്നെയാണ് ഇതിനുള്ള മുഖ്യ കാരണം. ഇതില്ലെങ്കിൽ ഇസ്ലാം അതിന്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിച്ചിട്ടില്ലെന്ന് മഅദല്ല നമുക്ക് പറയേണ്ടതായി വരും. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്നത് ശരിയല്ല എന്നാണ്. यकीन पैदा होता है
ഇസ്ലാം മാത്രമാണ് ഈ ലക്ഷ്യത്തെ പൂർണ്ണമായ രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിനുള്ള ഒരേയൊരു മാർഗം ദൈവിക ഭാഷണമാകുന്നു. ഇത് മുഖേനയാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് യഥാർത്ഥ അറിവ് കരതമാകുന്നത്. അള്ളാഹു തിന്മയെ വെറുപ്പോടെ കാണുന്നു എന്നും അവൻ ശിക്ഷ നൽകുന്നു എന്നും ഇതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. പാപം ഒരു വിഷമാണ്. അത് ചെറുതിൽ നിന്നും തുടങ്ങുന്നു, അങ്ങനെ വലുതായി മാറുന്നു, അവസാനം നിഷേധത്തിലേക്ക് മനുഷ്യനെ ചെന്നെത്തിക്കുന്നു. പാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി മഅരിഫത്തിന്റെ ആവശ്യമുണ്ടെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, മഅരിഫത്ത് പാപത്തിൽ നിന്നും മനുഷ്യനെ തടയുന്ന ഒന്നാണ്. എലിവിഷം, പാമ്പ്, സിംഹം എന്നിവ തന്റെ നാശത്തിന് കാരണമാകുന്നു എന്നറിയുന്ന വ്യക്തി അതിന്റെ സമീപത്ത് പോവുകയില്ല. ഇവ നശിപ്പിക്കുമെന്ന് അറിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് മനുഷ്യൻ പോകില്ല. അതേപോലെ നിങ്ങൾക്ക് മഅരിഫത്ത് ഉണ്ടായാൽ തിന്മയുടെ സമീപത്തേക്ക് വരെ നിങ്ങൾ പോകില്ല. ഇതിന് ആവശ്യമായിട്ടുള്ളത് ദൃഢജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നതാണ്. അത് ദുആ മുഖേന വർദ്ധിക്കുന്നതാണ്. നമസ്കാരം തന്നെ ദുആയാണ്. നമസ്കാരത്തെ എത്ര കണ്ട് ഭംഗിയായി അനുഷ്ഠിക്കുമോ അത്ര കണ്ട് പാപത്തിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഅരിഫത്ത് വെറും വാചകമടിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. വലിയ യുക്തിജ്ഞാനികൾ ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള കാരണം അവർ പ്രകൃതിയിൽ മാത്രം കണ്ണു നട്ടിരുന്നു എന്നതാണ്. ദുആയിലേക്ക് അവർ അല്പം പോലും ശ്രദ്ധിച്ചില്ല. ബറാഹീനിൽ ഇത് സംബന്ധമായി നാം വിവരിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബറാഹീനെ അഹ്മദിയ എന്ന ഗ്രന്ഥത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുണ്ട്. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചാൽ സൃഷ്ടാവ് ഉണ്ടായിരിക്കണം എന്ന നിഗമനം വരെയാണ് മനുഷ്യൻ എത്തിച്ചേരുന്നത്. ഒരു നിർമ്മാതാവ് ഉണ്ടായിരിക്കേണ്ടതാണ്, എന്നാൽ അവൻ ഉണ്ട് എന്ന അറിവിലേക്ക് അത് എത്തിക്കില്ല. ഉണ്ടായിരിക്കണം എന്നതും ഉണ്ട് എന്നതും രണ്ടും വ്യത്യസ്തമാണ്. ഉണ്ട് എന്ന അറിവ് ദുആ മുഖേനയല്ലാതെ ലഭിക്കുകയില്ല. യുക്തിയെ ഉപയോഗിക്കുന്നവർ ഉണ്ട് എന്ന അറിവിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് അവര് ഉണ്ടായിരിക്കണം എന്നുള്ള അറിവിലേക്കാണ് എത്തുക, ഉണ്ട് എന്നുള്ള അറിവിലേക്ക് എത്തുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വചനം പറയപ്പെടാറുള്ളത്, ഖുദാര ബഖുദാ റവാം, ദൈവത്തെ ദൈവമുഖേന മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഖുദാര ബഖുദാ തമാം സനാഖ്ത്, ദൈവത്തെ ദൈവമുഖേനയെ തിരിച്ചറിയുകയുള്ളൂ. ലാ തുദ്രികുൽ അബ്സാർ എന്നതിന്റെ അർത്ഥവും ഇതാണ്. അവൻ യുക്തി കൊണ്ട് മാത്രം തിരിച്ചറിയപ്പെടുന്നതല്ല, അവൻ പറഞ്ഞ വഴികളിലൂടെ മാത്രമേ അവൻ തിരിച്ചറിയപ്പെടുകയുള്ളൂ. ഇതിനായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നതിനേക്കാളും ഉത്തമമായ മറ്റൊരു ദുആയുമില്ല. യഥാർത്ഥ തൗബയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ അന്വേഷണത്തിൽ സ്ഥിരചിത്തതയോടുകൂടി ആരാണോ മുഴുകുന്നത് അവനെ ലഭിക്കുന്നു. അവന് ലഭിക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്റെ വിശ്വാസം ആ വ്യക്തി അവനെ കാണുകയും ചെയ്യുന്നു. ഭൗതികമായ അറിവ് നേടാൻ എന്തുമാത്രം സമയവും പണവുമാണ് ചെലവഴിക്കപ്പെടുന്നത്. ഇത് ആത്മീയമായ അറിവ് കരസ്ഥമാക്കാൻ എന്തുമാത്രം പാടുപെടണമെന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പൊതുവിലുള്ള ഭൗതികമായ അറിവ് നേടാൻ പണവും സമയവും നാം ചെലവഴിക്കുന്നത് പോലെ ആത്മീയ അറിവ് നേടാനും നാം ചെലവഴിക്കേണ്ടതാണ്. ആത്മീയ വിദ്യാർത്ഥിക്ക് പ്രാരംഭമായി വേണ്ടത് അവൻ ആദ്യം ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന്റെ ഗുണങ്ങളെക്കുറിച്ചും ഉള്ള അറിവ് കരസ്ഥമാക്കുക എന്നതാണ്. അറിവ് ദൃഢജ്ഞാനത്തിന്റെ പദവി വരെ എത്തേണ്ടതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന്റെ പരിപൂർണ ഗുണങ്ങളെക്കുറിച്ചും അവന് അറിയാൻ സാധിക്കുക. അങ്ങനെ അവന്റെ അന്തരംഗം പൂർണ്ണ സംതൃപ്തിയോടെ ഞാൻ ദൈവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള വിശ്വാസം കൈവന്നാൽ, അത് ദൃഢജ്ഞാനത്തിന്റെ പദവി വരെ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തെ കണ്ടെന്ന് മനുഷ്യന് അനുഭവിച്ചറിഞ്ഞാൽ, അവന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ തിന്മയോട് വെറുപ്പുണ്ടായിരുന്നതാണ്. നേരത്തെ തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരുന്ന പ്രകൃതം അതിൽ നിന്നും അകലുകയും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് തൗബ. മഅരിഫത്തെ ഇലാഹി കരസ്ഥമാക്കാൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, 5 നേര ഫർള് നമസ്കാരങ്ങളിൽ ഓതുന്ന സൂറ ഫാത്തിഹയിൽ, 5 നേര ഫർള് നമസ്കാരങ്ങളിൽ ഓതുന്ന സൂറ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ദുആയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിനാൽ ഈ അനുഗ്രഹം
ലഭിക്കില്ല എന്ന് ഈ സമുദായത്തിലുള്ളവർ എന്തിനു നിഷേധിക്കണം? അള്ളാഹുവിനോട് സൂറ ഫാത്തിഹയിൽ ചോദിക്കപ്പെടുന്ന അനുഗ്രഹം, പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട അനുഗ്രഹം, അത് ദിർഹവും ദീനാറുമായിരുന്നു. അല്ല, പ്രവാചകന്മാർക്ക് ദൈവഭാഷണമാകുന്ന അനുഗ്രഹമാണ് ലഭിച്ചത് എന്നത് വ്യക്തമാണ്. അത് കാരണം അവർക്ക് ലഭിച്ച മഅരിഫത്ത് ഹഖുൽ യഖീൻ വരെ എത്തിയിരുന്നു. ഭാഷണം എന്നത് കാണുന്നതിന് സമാനമായിരുന്നു. അള്ളാഹുവിന്റെ ഭാഷണം അവന്റെ കാണുന്നതിന് തുല്യമായിരുന്നു. അള്ളാഹുമായി അത്രയും അവർക്ക് അടുപ്പമുണ്ടായിരുന്നു. അതിനാൽ നമ്മൾ ചെയ്യുന്ന ഈ ദുആ, അതായത് അള്ളാഹുവേ അനുഗ്രഹീതർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും നൽകണമേ എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കും ദൈവഭാഷണമാകുന്ന അനുഗ്രഹം നൽകണമേ എന്നല്ലാതെ മറ്റെന്താണ്? ചില വിവരദോഷികൾ പറയുന്നത് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇത്രമാത്രമാണെന്നാണ്. അതായത് ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾക്ക് സൽപ്രവൃത്തി ചെയ്യാനുള്ള തൗഫീക്ക് നൽകണമേ, നീ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ. എന്നാൽ ഈ വിവരദോഷികൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതും സൽപ്രവർത്തികൾ ചെയ്യാൻ കഴിവ് ലഭിക്കുന്നതും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുക എന്നതുമെല്ലാം തന്നെ പരിപൂർണ ജ്ഞാനം കരസ്ഥമാക്കുന്നതിലൂടെ മാത്രമാണ് കരഗതമാകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ അംശം ലഭിക്കാത്ത ഹൃദയം ദൃഢവിശ്വാസത്തിൽ നിന്നും സൽപ്രവർത്തികളിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. മഅരിഫത്ത് മുഖേന മാത്രമേ ദൈവഭയം മനസ്സിലുണ്ടാവുകയുള്ളൂ. മഅരിഫത്ത് മുഖേനയാണ് ദൈവസ്നേഹം ഹൃദയത്തിൽ അലയടിക്കുകയുള്ളൂ. ഭൗതിക ലോകത്ത് നാം ഇതാണ് കാണുന്നത്. ഓരോ വസ്തുവിനെ കുറിച്ചുള്ള ഭയമോ സ്നേഹമോ അതിനെക്കുറിച്ചുള്ള ജ്ഞാനത്താലാണ് ഉണ്ടാകുന്നത്. കൂരിരുട്ടിൽ ഒരു ക്രൂരനായ സിംഹം നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നു എന്നിരിക്കട്ടെ. എന്നാൽ ഇത് ക്രൂരനായ സിംഹമാണെന്ന് നിങ്ങൾ അറിയില്ലെങ്കിൽ, ഇത് ഒരാടാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഭയമൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇത് ക്രൂരനായ സിംഹമാണെന്ന അറിവ് നിങ്ങൾക്ക് ലഭിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ അന്താളിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നതാണ്. അതേപോലെ ഒരു രത്നം ഒരു കാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നിരിക്കട്ടെ. അതിന്റെ മൂല്യം ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരിക്കും. അതിനെ നിങ്ങൾ ഒരു കല്ലിന്റെ കഷണമായി മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കുകയില്ല. എന്നാൽ ആ കല്ലിനെ അമൂല്യമായ രത്നമാണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്നേഹത്തിൽ നിങ്ങൾ സർവ്വതും മറക്കുന്നവരായിത്തീരുന്നതാണ്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അത് കരസ്ഥമാക്കുന്നതിനായി നിങ്ങൾ വിനിയോഗിക്കുന്നതാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എല്ലാ സ്നേഹവും ഭയവും എല്ലാ മഅരിഫത്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. വിഷമുള്ള ഒരു സർപ്പം കിടക്കുന്ന മാളത്തിൽ കൈയിടാൻ മനുഷ്യൻ ധൈര്യം കാണിക്കുകയില്ല. ഒരു വലിയ ഖജനാവ് മറഞ്ഞിരിക്കുന്നു എന്ന് അറിയുള്ള ഒരു കെട്ടിടം ഉപേക്ഷിക്കാനും അവൻ തയ്യാറാവുകയില്ല. ചുരുക്കത്തിൽ ഭയത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാ അടിത്തറ മഅരിഫത്തിൽ നിലനിൽക്കുകയും അള്ളാഹുവിലേക്ക് മനുഷ്യൻ പൂർണ്ണമായ രീതിയിൽ തിരിയണമെങ്കിൽ അവന് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഉണ്ടായിത്തീരേണ്ടതുമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ മഅരിഫത്ത് ഉണ്ടായാലാണ് അവനോട് ശരിയായ സ്നേഹം ഉണ്ടാകുന്നത്, ഭയവും മനസ്സിലുണ്ടാകുന്നത്. പറയുന്നു, ആദ്യം അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. അതിനുശേഷം അവന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അറിയണം. ഇങ്ങനെയുള്ള മഅരിഫത്ത് ലഭിക്കണമെങ്കിൽ ദിവ്യഭാഷണം അവന് ലഭിക്കണം. അതിനുശേഷം ദൈവിക വെളിപാട് മുഖേന അള്ളാഹു അദൃശ്യജ്ഞാനങ്ങൾ അറിവുള്ളവനാണെന്ന് അറിവുണ്ടാകണം. ദൈവം ഉദ്ദേശിക്കുന്നതെന്തും ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലാകണം. അതിനാൽ യഥാർത്ഥ വിശ്വാസവും സൽപ്രവൃത്തിയും എല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ശക്തി അള്ളാഹുവിന്റെ ഭാഷണമാകുന്നു. ഇത് മുഖേന ആദ്യം അവൻ ഉണ്ടെന്ന് അറിയുന്നു, പിന്നീട് അവന്റെ ശക്തിപ്രഭാവങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. ഈ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഇവയെല്ലാം സ്വന്തം കണ്ണുകളെ കൊണ്ട് കാണാൻ തുടങ്ങുന്നു. ഈ അനുഗ്രഹമാണ് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടത്. അതിനുശേഷം ഈ ഉമ്മത്തിലുള്ളവരോടും പറഞ്ഞത്, ഈ അനുഗ്രഹം ലഭിക്കാനായി നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഇത് തരുന്നതാണ്. ഈ അനുഗ്രഹം ലഭിക്കണമെന്ന ദാഹം ആരുടെ ഹൃദയത്തിലാണ് ഇട്ടിരിക്കുന്നത് അവർക്ക് ഈ അനുഗ്രഹം ലഭിക്കുന്നതാണ്. നന്മ ചെയ്യുന്നതിനും തിന്മയെ കൈവടിയുന്നതിനുമായി മഅരിഫത്തെ ഇലാഹി ആവശ്യമാണെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിസ്ഥാനം ദൈവത്തെ അറിയലിലൂടെയാണ്. ശരീരേച്ഛകളിൽ നിന്നും പൈശാചിക പ്രവണതകളിൽ നിന്നും മനുഷ്യനെ തടയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം ഒന്ന് മാത്രമാണ്. ഇത് മുഖേന ദൈവം ഉണ്ട് എന്നറിയാൻ കഴിയുന്നു. അവൻ സർവശക്തിവാനാണ്. അവൻ അതികഠിനമായി ശിക്ഷിക്കുന്നവനും കൂടിയാണ്.
ഈ ഒരു മരുന്ന് മാത്രമാണ് മനുഷ്യന്റെ അശ്രദ്ധമായ ജീവിതത്തിന് അവനെ എരിച്ചു കളയുന്ന മിന്നൽ പിണർ പോലെ വീഴുന്നത്. അതുകൊണ്ട് ആമൻതു ബില്ലാഹി, അള്ളാഹിൽ വിശ്വസിച്ചു എന്ന ആ സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് കയറി അറഫ്തുള്ള, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന പദവി വരെ എത്തുന്നത് വരെ അവന് പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമാണ്. അള്ളാഹുവിന്റെ മഅരിഫത്തിനും സിഫത്തുകളിലും അടിയുറച്ച് വിശ്വസിച്ചതിനു ശേഷം പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. അതിനെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. നിത്യജീവിതത്തിലുള്ള അനുഭവം ഇതിന് സാക്ഷിയാണ്. ഏതൊന്നിനെയാണോ മനുഷ്യൻ ഭയക്കുന്നത് അതിന്റെ അടുത്തേക്ക് അവൻ പോവുകയില്ല. പാമ്പ് കടിക്കുമെന്നും പാമ്പ് കടിക്കുമ്പോൾ മരിക്കുമെന്നും അറിയുന്നവൻ പാമ്പിന്റെ വായിൽ കൈയിടാൻ തയ്യാറാകില്ല. മാത്രമല്ല, വിഷപ്പാമ്പിനെ അടിച്ചു കൊന്ന വടിയുടെ അടുത്ത് പോകാൻ വരെ മനുഷ്യൻ ഭയക്കുന്നു. കാരണം ഈ വടിയിൽ അതിന്റെ വിഷം അല്പമെങ്കിലും പറ്റിക്കാണുമോ എന്ന് അവൻ ഭയപ്പെടുന്നു. ഇന്ന കാട്ടിൽ സിംഹമുണ്ടെന്ന് ഒരാൾ അറിഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്യാൻ അവൻ മടിക്കുന്നു. ഒറ്റയ്ക്ക് ഏതായാലും യാത്ര ചെയ്യുകയില്ല. കുട്ടികൾക്ക് പോലും ഈ ഒരു ബോധം ഉള്ളതാണ്. ഇന്ന വസ്തു വളരെ അപകടകാരിയാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർ അതിനെ ഭയക്കുന്നു. അതിനാൽ അള്ളാഹുവിന്റെ മഅരിഫത്ത്, പാപം വിഷമാണെന്നുള്ള അറിവും മനുഷ്യൻ ഉണ്ടാകാത്തിടത്തോളം കാലം ആരുടെയും ആത്മഹത്യയോ ബലിയോ രക്തമോ ആർക്ക് മോക്ഷം നേടിക്കൊടുക്കുന്നതല്ല. അതേപോലെ പാപഭംഗിലമായ ജീവിതത്തിന് മരണം വരികയില്ല. ഓർക്കുക, പാപങ്ങളുടെ വെള്ളപ്പൊക്കവും ദേഹേച്ഛകളുടെ കുത്തൊഴുക്കും നിൽക്കണമെങ്കിൽ ദൈവം ഉണ്ട് എന്നും ആജ്ഞാലംഘകർക്ക് മീതെ പതിക്കുന്ന അവന്റെ വാൾ ഉണ്ട് എന്നുമുള്ള വെട്ടിത്തിളങ്ങുന്ന ദൃഢവിശ്വാസം കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഉണ്ടാകാത്തതുവരെ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഞങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നു എന്നും അവൻ ആജ്ഞാലംഘകർക്ക് ശിക്ഷ നൽകുന്നു എന്നും ഞങ്ങൾ അറിഞ്ഞിട്ടും തിന്മ ഞങ്ങളിൽ നിന്നും അകലുന്നില്ല എന്ന് വല്ലവരും പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് മറുപടി ഇത്രമാത്രമാണ്: ഇത് തികച്ചും കളവാണ്. മാത്രമല്ല ആത്മവഞ്ചനയാണ്. യഥാർത്ഥ വിശ്വാസവും സംശുദ്ധമായ ദൃഢജ്ഞാനവും അതേപോലെ തിന്മയും തമ്മിൽ പരസ്പരം ശത്രുതയാണുള്ളത്. ശരിയായ മഅരിഫത്തും അള്ളാഹുവിൽ ദൃഢവിശ്വാസവും എവിടെയാണുള്ളത് അവിടെ പാപം ഉണ്ടാകാൻ ഒരിക്കലും സാധ്യമല്ല. മറ്റു സ്ഥലത്ത് പറയുന്നു, ദൈവത്തെ തിരിച്ചറിയുന്നതിലേക്ക് വേഗം ഗമിക്കേണ്ടതാണ്. അള്ളാഹുവിനെ തിരിച്ചറിയുന്നവർക്കാണ് അവനെക്കുറിച്ചുള്ള രുചി അറിയുക. സത്യസന്ധതയോടും കൂറോടും കൂടി അവനിലേക്ക് പോകാൻ ശ്രമിക്കാത്തവരുടെ ദുആ വ്യക്തമായ നിലയിൽ സ്വീകരിക്കപ്പെടുകയില്ല. അന്ധകാരത്തിന്റെ ഏതെങ്കിലും ഒരു അംശം എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് അല്പം അടുക്കാൻ ശ്രമിച്ചാൽ അവൻ കൂടുതൽ വേഗത്തിൽ നിങ്ങളിലേക്ക് വരുന്നതാണ്. എന്നാൽ ആദ്യ ചലനം നിങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഒന്നും ചെയ്യാതെ അവരിൽ നിന്നും എല്ലാം ലഭിക്കുമെന്ന ചിന്ത വ്യാജമാണ്. അള്ളാഹുവിന്റെ നടപടിക്രമം പ്രകാരമാണ്. തുടക്കത്തിൽ മനുഷ്യനിൽ നിന്ന് ഒരു ചലനം ഉണ്ടാകണം. അവൻ അതിന് പകരം അള്ളാഹു അതിന്റെ ഫലം ഉളവാക്കുന്നു. ഒരുവൻ തന്റെ വീട്ടിന്റെ കവാടങ്ങളും ജനലുകളും അടക്കുകയാണെന്നിരിക്കട്ടെ, അടക്കുക എന്ന പ്രവൃത്തി മനുഷ്യന്റേതാണ്. എന്നാൽ അതിന് പകരമായി അള്ളാഹുവിന്റെ പ്രവൃത്തി എന്താണ്? ആ വീട്ടിൽ അവൻ ഇരുട്ട് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ ഈ ആത്മീയ മണ്ഡലത്തിൽ കയറിയ ശേഷം ക്ഷമ കാണിക്കേണ്ടിയിരിക്കുന്നു. ചിലർ പറയാറുള്ളത്, ഞങ്ങൾ എല്ലാ നന്മകളും ചെയ്തു, നമസ്കരിച്ചു, നോമ്പെടുത്തു, സദക്കയും ദാനധർമ്മങ്ങളും ചെയ്തു, കഠിന പ്രയത്നവും ചെയ്തു, എന്നാൽ ഞങ്ങൾക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നാണ്. അവർ യഥാർത്ഥത്തിൽ സംശയാലുക്കളാണ്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ വിശ്വസിക്കാത്തവരാണ്. മാത്രമല്ല എല്ലാ പ്രവൃത്തിയും തന്നെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കില്ല ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി വല്ല പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും പാഴായി പോകുന്നതല്ല. അള്ളാഹു അതിനുള്ള പ്രതിഫലം ഈ ജീവിതത്തിൽ തന്നെ നൽകുന്നതാണ്. അതുകൊണ്ട് പലരും സംശയത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. അവർക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ ഉണ്ടാകില്ല. അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. ഒരു വസ്ത്രം തുന്നിയിട്ടുണ്ടെങ്കിൽ ഒരു തയ്യൽക്കാരൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനുഷ്യന് അറിയാൻ കഴിയുന്നതാണ്. ഒരു ഘടികാരം നമുക്ക് സമയം പറഞ്ഞു തരുന്നു. അതൊരു കാട്ടിൽ നിന്നാണ് കിട്ടിയതെങ്കിലും ഇതിന്റെ നിർമ്മാതാവ് ഒന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇതേപോലെ അള്ളാഹുവിന്റെ പ്രവർത്തികളെ നോക്കുക. അവൻ ഏതേതെല്ലാം ഘടികാരങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഏതേതെല്ലാം രീതിയിലുള്ള ഘടികാരങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ എന്തെല്ലാമാണുള്ളത് എന്ന് നോക്കുക. ഒരു ഭാഗത്ത് അവന്റെ അസ്തിത്വത്തെ കുറിച്ച് തെളിയിക്കുന്നതിനുള്ള ബുദ്ധിപരമായ തെളിവുകളുണ്ട്, മറുഭാഗത്ത് അടയാളങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ
മനുഷ്യനെ മഹത്വമുടയവനായ ഒരു ദൈവം ഉണ്ട് എന്ന് അംഗീകരിപ്പിക്കുന്നു. ആദ്യം അവൻ തന്റെ വരിഷ്ഠദാസന് തന്റെ ഇംഗിതം വെളിപ്പെടുത്തുന്നു. ഈ മഹത്തായ കാര്യമാണ് പ്രവാചകന്മാർ കൊണ്ടുവരുന്നത്. അതിനെയാണ് പ്രവചനങ്ങൾ എന്ന് പറയുന്നു. മതത്തിന്റെ അടിസ്ഥാനം ദൈവത്തെ തിരിച്ചറിയലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ജ്ഞാനവുമാണ്. ഇതിന്റെ ശാഖകൾ സൽപ്രവർത്തികളും അതിന്റെ പുഷ്പം ഉന്നത ധാർമ്മിക ഗുണങ്ങളുമാണ്. അതിന്റെ ഫലം ആത്മീയമായ അനുഗ്രഹങ്ങളും അഗാധമായ സ്നേഹവുമാകുന്നു. ആ സ്നേഹം ദൈവവും അവന്റെ ദാസനുമായി ഉണ്ടായിത്തീരുന്നു. ആ ഫലത്തിൽ നിന്നും ഫലമെടുക്കുക എന്നത് ആത്മീയ വിശുദ്ധി കൈവരിക്കലാണ്. സമ്പൂർണമായ സ്നേഹം സമ്പൂർണമായ മൈരിഫത്ത് മുഖേനയാണ് ഉണ്ടാകുന്നത്. ദൈവപ്രേമം മൈരിഫത്ത് അനുസരിച്ച് വർദ്ധിക്കുന്നതാണ്. വ്യക്തിസ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദിവസമാണ് പുതിയ ജീവിതത്തിന്റെ ആദ്യ ദിവസം. പുതിയ പ്രപഞ്ചത്തിന്റെ പുതിയ ഘട്ടമാണത്. വീണ്ടും പറയുന്നു, ദൈവം ഒരു മുത്താണ്. അവന്റെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക വസ്തുക്കളെ വളരെ നിന്ദതയോടും ലജ്ജയോടും കൂടിയാണ് മനുഷ്യൻ നോക്കുക. അതിലേക്ക് കണ്ണു പതിപ്പിക്കാൻ തന്നെ തന്റെ ആത്മാവിനെ നിർബന്ധിക്കേണ്ടതായി വരുന്നു. അതിനാൽ അള്ളാഹുവിന്റെ മഅരിഫത്തിനെ ആഗ്രഹിക്കുക, അവനിലേക്ക് തന്നെ കുതിക്കുക. വിജയം ഇതിലാണ് നിലകൊള്ളുന്നത്. പറയുന്നു, ഞാൻ സത്യമായി പറയുന്നു, മനുഷ്യന്റെ തഖ്വ, വിശ്വാസം, ആരാധന, വിശുദ്ധി എല്ലാം തന്നെ ആകാശത്ത് നിന്നാണ് വരുന്നത്. ഇവയെല്ലാം അള്ളാഹുവിന്റെ ഫضലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് നിലനിർത്താം, അതിനെ അകറ്റി കളയുകയും ചെയ്യാം. യഥാർത്ഥ മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്റെ നഫ്സിനെ ഒന്നുമല്ലാത്തതായും എല്ലാം കവർന്നെടുത്തതായും കരുതുക. അങ്ങനെ ദൈവസവിധത്തിൽ മുട്ടുകുത്തിക്കൊണ്ട് വിനയത്തോടും ഏറെ താഴ്മയോടും കൂടി അള്ളാഹുവിന്റെ ഫضലിനെ അന്വേഷിക്കുക. മഅരിഫത്ത് ആവശ്യപ്പെടുക. അത് ദേഹേച്ഛകളെ കത്തിച്ച് ചാമ്പലാക്കുന്നതാണ്. ഉള്ളിൽ നന്മയെ ചെയ്യാനുള്ള ഒരു ചൂടും ആവേശവും ഉണ്ടാക്കുന്നു. അവന്റെ ഫضലിൽ നിന്നും ഒരു അംശം ലഭിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആത്മീയ വിശാലതയും സംതൃപ്തിയും കൈവരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. വിനയത്തിലും എളിമയിലും മുന്നേറുകയാണ് ചെയ്യേണ്ടത്. തന്നെ ഒന്നുമല്ലെന്ന് കരുതുന്നതനുസരിച്ച് ആത്മീയ അവസ്ഥകളുടെ പ്രകാശങ്ങളും അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അവർക്ക് പ്രകാശവും ശക്തിയും നൽകുന്നതാണ്. മനുഷ്യൻ ഈ വിശ്വാസം വെച്ച് പുലർത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഫضലോടുകൂടി അവന്റെ സ്വഭാവ ഗുണങ്ങൾ നല്ലതായിത്തീരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ വല്ലതുമാണെന്ന് ഭൗതിക ലോകത്ത് കരുതുകയാണെങ്കിൽ അത് അഹങ്കാരമാണ്. ഈ അവസ്ഥ അവനെ മറ്റുള്ളവരെ ശപിക്കാനും അവരെ ചെറുതായി കാണാനും പ്രേരിപ്പിക്കുന്നു. പറയുന്നു, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും പറയുന്നതിനുള്ള കാരണം അള്ളാഹു ഈ ജമാഅത്തിനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് നിന്ന് ഇല്ലാതായി പോയ മഅരിഫത്ത് ഉണ്ടാക്കാനും ഇക്കാലത്ത് ഇല്ലാതായി തീർന്ന യഥാർത്ഥ തഖ്വയും വിശുദ്ധിയും വീണ്ടും ഉണ്ടാക്കാനും വേണ്ടിയാണ്. ഇത് സംബന്ധമായി വീണ്ടും പറയുന്നു, ലോകത്ത് ഇപ്പോഴും തിന്മകളും കുറ്റകൃത്യങ്ങളും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അറിയാനും ദൈവത്തെ പ്രാപിക്കാനുമുള്ള മാർഗങ്ങൾ ഇവിടെ കാണുന്നില്ല. അതിനാൽ അള്ളാഹു ഈ പ്രസ്ഥാനത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. തന്റെ കൃപാവരത്താൽ ഒന്നുകൊണ്ട് മാത്രം അവൻ എന്നെ അയച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധയിലും അജ്ഞതയിലും കഴിയുന്നവർക്ക് അവനെക്കുറിച്ച് ഞാൻ അറിവ് നൽകുന്നതാണ്. അറിവ് മാത്രമല്ല, സത്യസന്ധതയോടും ക്ഷമയോടും സ്ഥിരചിത്തതയോടും കൂടി ഇതിലേക്ക് വരുന്നവർക്ക് ഞാൻ ദൈവത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, അൻത മിന്നി വഅന മിൻക, നീ എന്നിൽ നിന്നാണ്, ഞാൻ നിന്നിൽ നിന്നും. ഈ ഒരു ലക്ഷ്യത്തിനായാണ് ആ മഹാത്മാവ് വന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത്, ജ്ഞാനം നമ്മിൽ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ അള്ളാഹുവിനെ കാണുന്നവരായി നാം മാറുക. നമ്മുടെ ഓരോ പ്രവൃത്തിയും തന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തിലും ഭയവും മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യുക. നമ്മുടെ എല്ലാ തിന്മകളെയും ഭസ്മമാക്കി കളയുന്ന മഅരിഫത്ത് ഇലാഹി നമ്മിൽ ഉണ്ടായിത്തീരട്ടെ. അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശ്യം പൂർത്തിയാക്കുന്നവരായി നാം മാറട്ടെ. ഈ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും ഈ ആത്മാവിനെ മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഒരു ജനാസ വരാനുണ്ടായിരുന്നു, വന്നോ? നമസ്കാരത്തിന് ശേഷം ജനാസ ഹാളിർ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ താഴെ പോയി ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ മസ്ജിദിൽ എനിക്ക് പിന്നിൽ ജനാസ അനുഷ്ഠിക്കുക. അബ്ദുൽ സുബഹ മന്നാൻ ദീൻ സാഹിബിന്റെ ജനാസയാണ്. അബ്ദുൽ മന്നാൻ ദീൻ സാഹിബിന്റെ മകനാണ്. 72 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഇവിടെ വന്ന ആദ്യകാല ആളുകളിൽ 30 साल तक പെട്ട വ്യക്തിയാണ്. 1945 ഇംഗ്ലണ്ടിൽ വന്നത്. पुराने लोगों में से थे। नसीरुद्दीन साहब के ये चचा ജൽസ സാലാനയിലും 30 വർഷം വരെ राजमा के बाद अदा होगी। ഷുബെ അമാനത്തിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു. നസീറുദ്ദീൻ സാഹിബിന്റെ പിതൃ സഹോദരനാണ്. ജുമാക്ക് ശേഷം ജനാസ നമസ്കാരം നിർവഹിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.